തൃശൂർ പൂരം നിർത്തിവെക്കാനുള്ള തിരുവമ്പാടി ദേവസ്വത്തിന്റെ തീരുമാനത്തോട് യോജിപ്പുണ്ടായിരുന്നില്ലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്. ചടങ്ങുകൾ ഭംഗിയായി നടത്തേണ്ടത് ഓരോ ദേവസ്വങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. പാതി വഴിയിൽ ചടങ്ങുകൾ മുടങ്ങുന്നത് ശരിയല്ലെന്നും ജി രാജേഷ് 24-നോട് പറഞ്ഞു. സൂരജ് സജി നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്ന്. സൂരജ് സജി, ഈ ADGP നൽകിയ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. അതിൽ ദേവസ്വങ്ങളുടെ ഭാഗത്ത്, പ്രത്യേകിച്ചും തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് പൂരം മുടങ്ങാനുള്ള കാരണം എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാടിക്കെതിരെ രംഗത്ത് വരുന്നു. അന്നെടുത്ത തീരുമാനത്തോട് തങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അത് അന്നും ഇതേ നിലപാട് തന്നെ ആയിരുന്നോ പാറമേക്കാവിന്, അല്ല ഇപ്പോൾ ഇങ്ങനെ പറയുന്നതാണോ? പ്രജിൻ, ഇത് സംബന്ധിച്ച് തിരുവമ്പാടി പറയുന്നത് ഈ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച കൂട്ടായ തീരുമാനത്തിന്റെ പുറത്താണ് പൂരം നിർത്തിവെച്ചത്. അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ മറ്റിടപെടലുകളോ ഇല്ല എന്നുള്ളതാണ് തിരുവമ്പാടി വിശദീകരിക്കുന്നത്. പക്ഷേ പാറമേക്കാവ് പറയുന്നത് ഈ പോലീസ് അതിക്രമത്തിന്റെ പേരിലാണെങ്കിൽ പോലും പൂരം നിർത്തിവെച്ചതിനോട് യോജിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഈ പാറമേക്കാവ് മുന്നോട്ട് വെക്കുന്നത്. ഒരു ഭഗവതിയെ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോൾ അതിന്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി തിരികെ ക്ഷേത്രത്തിൽ എത്തിക്കാമെന്നുള്ളത് അത് ഉറപ്പു നൽകുന്നതാണ്. അതൊരു ആചാരപരമായ കാര്യമാണ്. അത് ലംഘിക്കപ്പെടുന്നതിനോട് തങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പൂരത്തിന്റെ വെടിക്കെട്ടടക്കം നിർത്തിവെക്കുന്ന സാഹചര്യത്തിൽ അതിനോട് യോജിക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളതാണ് പാറമേക്കാവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ തിരുവമ്പാടി ആകട്ടെ പോലീസ് ഇടപെടലാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നും മറ്റ് രാഷ്ട്രീയ ഇടപെടലുകൾ ഒന്നും തന്നെ ഇല്ല എന്നും തിരുവമ്പാടിയും വിശദീകരിക്കുന്നു. പ്രജിൻ, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ബുള്ളറ്റിൽ ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തിരുവമ്പാടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള കെ ഗിരീഷ് കുമാർ ഒരു സാമ്പത്തിക കുറ്റകൃത്യ കേസിൽ പെട്ടു എന്ന തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ തിരുവമ്പാടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള കെ ഗിരീഷ് കുമാർ അല്ല, പകരം തിരുവമ്പാടിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇത്തരത്തിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പെടുകയും പിന്നീട് അറസ്റ്റ്. ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തിരുവമ്പാടി ദേവസ്വം പറഞ്ഞത് ഇതിൽ കൂട്ടായെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൂരം നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് അന്ന് വന്നതെന്നാണ്. ഇപ്പോൾ സൂരജ് തുടരുന്നുണ്ട്. സൂരജ് നേരത്തെ പറഞ്ഞൊന്ന കാര്യം പൂർത്തിയാക്കാം. പ്രജിൻ, അത് തന്നെയാണ്. അതായത് ഈ കോൺഗ്രസിന്റെ KPCCയുടെ ഭാരവാഹിയാണ് എന്ന തരത്തിൽ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇദ്ദേഹം 2 തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഈ കൗൺസിലറായി ജയിക്കുകയും ചെയ്തു. പക്ഷേ നിലവിൽ കോൺഗ്രസിന്റെ ഭാരവാഹിത്വം തന്നെ ഒന്നുമില്ല. പക്ഷേ കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകനാണ് ഗിരീഷ് കുമാർ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവമ്പാടി വിശദീകരിക്കുന്നത് അവരുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളോ മറ്റ് തെറ്റുകളോ പിഴവുകളോ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവർ വിശദീകരിക്കുന്നത്. പ്രജിൻ, ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.